إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, സന്താന സൗഭാഗ്യമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകുന്ന അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മക്കൾ എന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകിയ ആ അനുഗ്രഹം അതൊരു ഉമ്മയെ, ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. അല്ലാഹു അതാ വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിലൂടെ സത്യവിശ്വാസികളായ ആളുകളെ വിളിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും അന്ത്യനാളിലും അല്ലാഹു അയച്ച റസൂലിലും വിശ്വാസമുള്ളവരായ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അവനവൻ്റെ സ്വന്തത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊരിക്കലും നരകത്തിലേക്ക് പോകുന്ന ദൗർഭാഗ്യവാന്മാരായി പോവരുത്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വന്തത്തെ സംരക്ഷിക്കാൻ, കാത്തുരക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഹ്ലീകും എന്ന് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തെയും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, എങ്ങനെയാണ് കുടുംബത്തെ രക്ഷിക്കേണ്ടത് നരകത്തിൽ നിന്നും. അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് അല്ലാഹുവിൻ്റെ ദീനിലെ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് അവരെ നല്ല രൂപത്തിൽ സംസ്കരിച്ച് നല്ല കുടുംബമായി വാർത്തെടുത്ത് അങ്ങനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച്
മക്കളുടെ കാര്യത്തിൽ ഓരോ രക്ഷിതാക്കളും ഉമ്മയും വാപ്പയും ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഉള്ളവരാണ്. ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കീഴിലുള്ളവർ, കുടുംബം അഥവാ ഭാര്യ, മക്കൾ, അവരെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അവരെ പരിപാലിച്ചത്, എന്താണ് ദുനിയാവിൽ വെച്ച് അവർക്ക് നൽകിയത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മക്കളുടെ കാര്യത്തിൽ അതീവ തൽപരരാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഒരു വേള അള്ളാഹുവിൻ്റെ ദീൻ വരെ കൈവിട്ടു പോവുക മക്കളുടെ കാര്യം മുന്നിലേക്ക് വന്നെത്തുമ്പോഴാണ്. സ്വന്തം കാര്യത്തേക്കാൾ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാവുക. ആ താല്പര്യങ്ങളെല്ലാം സഹോദരങ്ങളെ റബ്ബിൻ്റെ മുന്നിൽ ഉപകാരപ്പെടുന്ന താല്പര്യങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്, നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണം. അഥവാ നമ്മളാണ് അവർക്ക് വഴികാട്ടി. ഓരോ ഉപ്പയും ഉമ്മയുമാണ് മക്കളുടെ വഴികാട്ടി. ഒരു ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് അവനവൻ്റെ വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കളെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. അവരുടെ തർബിയത്തിനനുസരിച്ചാണ് മക്കൾ വളർന്നു വലുതാകുന്നത്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, അൽ വലതു സിറു അബി. ഒരു മകൻ ഒരു മകൾ എന്നത് പിതാവിൻ്റെ പൊരുളാണ്. അഥവാ വാപ്പ എന്താണോ അതായിരിക്കും മക്കൾ. വാപ്പയുടെ സ്വഭാവം എന്താണോ അതായിരിക്കും മക്കൾ. വാപ്പയുടെ ദീൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും മക്കൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മക്കളുടെ തർബിയത്ത് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അതാ അള്ളാഹു അവൻ്റെ നബിമാരുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും തങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് നൽകിയ മഹത്തായ വസിയ്യത്ത്, അതിലെ ആദ്യത്തെ പാഠം വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാം. അള്ളാഹു പറയുന്നു, സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു പറയുകയാണ്, ഇബ്രാഹീമും യാക്കൂബും അലൈഹിമസ്സലാം തങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് അവർക്ക് വസിയ്യത്ത് നൽകുകയുണ്ടായി, അവർക്ക് ഉപദേശം നൽകുകയുണ്ടായി. മക്കളെ, ഇതാ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മക്കളെ, അള്ളാഹു ഇതാ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ നൽകിക്കൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ദീനിലായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത്. സഹോദരങ്ങളെ, ഒരു വാപ്പ മകന് മകൾക്ക് നൽകുന്ന ഒന്നാമത്തെ ഉപദേശം ഇതായിരിക്കണം. കാരണം ശരിയായ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നാലല്ലാതെ മക്കളെ നമ്മുടെ കൈകളിൽ ലഭിക്കുകയില്ല. മക്കളെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരായി കാണാൻ നമുക്ക് സാധിക്കുകയില്ല. അവർക്ക് ദീനിൻ്റെ ആദ്യാക്ഷരങ്ങളിൽ അഖീദ എന്ന വിശ്വാസ കാര്യങ്ങളെന്ന, ഈമാൻ എന്ന റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ. നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാരാണ് മക്കളെ വിളിച്ചിത് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു പ്രിയമുള്ളവരെ? അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായി തിരഞ്ഞെടുത്ത നബിമാർ തങ്ങളുടെ മക്കളെ വിളിച്ചിട്ട്, മക്കളെ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മക്കൾക്ക് എത്ര കണ്ട് ഉപദേശങ്ങൾ നൽകണം. ഏതു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഏതവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് നോക്കൂ, അവിടെ അവസാനിച്ചില്ല. അള്ളാഹു പറയുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാഖൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ചോദിക്കുന്നു, യാഖൂബിന് മരണമാസന്നമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിങ്ങൾ സന്നിഹിതരാണോ? അഥവാ നമ്മളാരും സന്നിഹിതരല്ല. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് അള്ളാഹു ഓതി തരികയാണ്.
അള്ളാഹു പറയുന്നു, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ എനിക്കു ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? നോക്കണം നിങ്ങൾ, ഒരു വാപ്പയുടെ ചോദ്യം. വാപ്പ വഫാത്താവാൻ കിടക്കുമ്പോൾ വസിയ്യത്ത് എന്നതുപോലെ മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ എനിക്കു ശേഷം, എൻ്റെ കാലശേഷം ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുക? മക്കൾ പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ബാപ്പാ, നിങ്ങളുടെ ഇലാഹായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇലാഹായ, ഇസ്മാഈലിന്റെ ഇലാഹായ, ഇസ്ഹാഖിന്റെ ഇലാഹായ അലൈഹിമുസ്സലാം ഏകനായ ഇലാഹ് അല്ലാഹുവിനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക. ഞങ്ങൾ ആ റബ്ബിന് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളായിരിക്കും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മറുപടി മക്കൾ വാപ്പയോട് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വാപ്പ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന, അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്. ആ വാപ്പ ഇബാദത്ത് ചെയ്യുന്നതും, ആ വാപ്പയുടെ ഇബാദത്തുകളും, ആ വാപ്പയുടെ റബ്ബിനോടുള്ള അനുസരണവും കണ്ടു വളർന്ന മക്കളാണ് പറയുന്നത്, വാപ്പ പേടിക്കണ്ട, നിങ്ങളുടെയും നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇത് പറയുന്ന മക്കളാവാൻ പ്രിയമുള്ളവരെ, നമ്മൾ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മക്കളെ, മോനെ മോളെ എന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കണം. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ നന്മകളും പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ആദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റബ്ബിനെ കുറിച്ചാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയെ കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ആ മക്കൾ നമുക്ക് കൺകുളിർമയാകും. ഇതാ അല്ലാഹു മഹാനായ ലുഖ്മാൻ തന്റെ മകന് നൽകിയ വസിയ്യത്ത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഒരു പേജ് മുഴുവനും സൂറത്തു ലുഖ്മാനിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസിയ്യത്തിന്റെ മഹത്തായ സാരോപദേശങ്ങളുടെ തുടക്കം അള്ളാഹു പറയുന്നു. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ, കുഞ്ഞുമോനെ, നീ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നത്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നത് കഠോരമായ പാതകമാണ്, തെറ്റാണ് മോനെ എന്ന് ചെറിയ മകന് വാപ്പ ലുഖ്മാൻ പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഉപദേശം നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചെറിയ കുട്ടിയായിരിക്കെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, തീർച്ചയായും ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ്, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യഹ്ഫദ്ക, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ്, വീണ്ടും പറയുന്നു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക്, അല്ലാഹുവിനെ നിനക്ക് സഹായിയായി നിന്റെ മുന്നിൽ കണ്ടെത്താൻ നിനക്ക് സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, മോനെ നീ ചോദിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം നീ പ്രാർത്ഥിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം നീ സഹായാർത്ഥന നടത്തുക. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ നബിമാർ നമുക്ക് കാണിച്ചു തന്നു മക്കൾക്ക് ബാലപാഠമായി ആദ്യമായി എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഹദീസിൽ കേട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് പ്രായപൂർത്തി എത്തിയിട്ടില്ല, ചെറിയ സഹാബിയാണ്. അദ്ദേഹം പിന്നീട് ലോകരുടെ നേതാക്കന്മാരിൽ സ്ഥാനം പിടിച്ചു. റഈസുൽ മുഫസ്സിരീൻ എന്ന നാമം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അഥവാ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായി വിശദീകരിക്കുന്ന മുഫസ്സിറുകളുടെ നേതാവായി മാറി. പ്രിയമുള്ളവരെ, മക്കളുടെ തർബിയത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കളെ നന്നായി വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ നമ്മൾ കേട്ടത്. നരകത്തിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്ന വഴി അത്, പ്രിയമുള്ളവരെ, ദുനിയാവ് അവർക്ക് വാരിക്കോരി കൊടുക്കലല്ല. മക്കളെ, ഇതാ ഇന്ന സ്ഥലത്ത് ഇന്ന കെട്ടിടമുണ്ട്, ഇത്ര സ്ഥലമുണ്ട്, ഇന്ന ഇന്ന ബിസിനസ് ഉണ്ട്,
അതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ബാക്കി വെച്ച് പോകുന്ന ഒരു രക്ഷിതാവിനേക്കാൾ മക്കൾക്ക് ബാലപാഠമായി തൗഹീദും സുന്നത്തും അള്ളാഹുവിൻ്റെ ദീനും തഖ്വയും ഈമാനും ഇഖ്ലാസും നിസ്കാരവും തുടങ്ങി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മരിച്ചു പോകുന്ന രക്ഷിതാവാണ് എന്നതിൽ പ്രിയമുള്ളവരെ ഒരു തർക്കവും വേണ്ടതില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാരണം അവർ മരിക്കുന്നത് വരെ പാരായണം ചെയ്താലുള്ള പ്രതിഫലം ബാപ്പയായ ഉമ്മയായ നമുക്കാണ് ലഭിക്കുക. അവരത് പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരവസ്ഥയുണ്ടായാൽ ഖിയാമത്ത് നാൾ വരെ ആ പ്രതിഫലങ്ങളെല്ലാം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വന്നു ചേരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ദുനിയാവ് വാരിക്കോരി കൊടുത്തുകൊണ്ടല്ല മക്കളെ തർബിയത്ത് ചെയ്യേണ്ടത്. ശരിയാണ്, മക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് അവരുടെ തർബിയത്തിന്റെ ഭാഗമാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടുന്ന ഒരവസ്ഥയില്ലാതെ മക്കളെ ഇസ്സത്തിൽ വളർത്താൻ നമ്മുടെ കാലശേഷവും അവർ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് വളരെ മനോഹരമായ നല്ല കാര്യമാണ്. പക്ഷേ ദുനിയാവ് അവരുടെ തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ദുനിയാവിൻ്റെ മക്കളായി അവർ വളരുന്നൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മക്കളുടെ തർബിയത്ത്, സന്താന പരിപാലനം അത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് നമ്മൾ ദീന് പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ കൂട്ടുകെട്ടും അവരുടെ സഹവാസവും അവരുടെ പോക്ക് വരവുകളും മറ്റു കാര്യങ്ങളുമെല്ലാം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എത്രയോ നല്ല നല്ല മക്കൾ വീട്ടിൽ ദീനീ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പിഴച്ചു പോവാൻ കാരണമായിട്ടുള്ളത് കൂട്ടുകെട്ട് കാരണത്താലാണ്. ആ കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ രക്ഷിതാക്കളാവട്ടെ അലംഭാവം കാണിക്കുകയും ചെയ്യും. എത്രയോ മക്കൾ നശിച്ചതിൻ്റെ പിന്നിൽ അവരുടെ രക്ഷിതാക്കളാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. കാരണം രക്ഷിതാക്കൾ ചെല്ലും ചെലവും കൊടുക്കും, പക്ഷേ അവരെ തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണമായി അത് പൂർത്തീകരിക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കുകയില്ല. പലപ്പോഴും അലംഭാവമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ ഒരുപക്ഷെ ദീന് വരെ വിട്ടുകളയും. കുട്ടികളല്ലേ, അത് മക്കളല്ലേ, അവർ കളിച്ചോട്ടെ, അവരുടെ പ്രായമല്ലേ എന്നു പറഞ്ഞ് ഹറാമിൽ മതിമറക്കാൻ അവരെ വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് എത്രയോ കല്യാണ വീടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ചൊല്ലി ദീനിൻ്റെ ശരഈയായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് നിക്കാഹ് നടത്തിയ അതേ സ്റ്റേജിൽ തന്നെ തൊട്ടുടനെ അതാ ഹറാമിൻ്റെ ആരവങ്ങൾ, പാട്ടും കൂത്തും തോന്നിയവാസങ്ങളും നടക്കുന്നത്. എന്തുകൊണ്ടാണ്? പലപ്പോഴും പ്രായം ചെന്ന കാരണവന്മാർ, വാപ്പമാർ മൗനം പാലിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പറയണം, ഇത് ഹറാമാണ്, പാടില്ല എന്ന്, തെറ്റാണ്, പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അത് നമ്മൾ കയ്യിൽ കിട്ടൂല സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ കിട്ടണം. കാരണം ആ മക്കളെ കുറിച്ച് അള്ളാഹു ചോദിക്കുക മൗലവിമാരോടല്ല, നിങ്ങളോടാണ്. നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നിന്റെ മക്കളെ നീ എങ്ങനെ വളർത്തിയെന്ന് ചോദിക്കുക സഹോദരങ്ങളെ ഓരോ രക്ഷിതാവിനോടുമാണ്. ഓരോ ഉമ്മയും വാപ്പയും മറുപടി പറയണം. സ്ത്രീകൾ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺമക്കളുടെ കാര്യത്തിൽ പലപ്പോഴും അവർ അലംഭാവം കാണിക്കുന്നതായി കാണാൻ സാധിക്കും. വാപ്പ നല്ല താടിയുള്ള വെള്ള വസ്ത്രം ധരിച്ച വാപ്പയായിരിക്കും, ഉമ്മ നല്ല ഹിജാബ് ധരിച്ച നിഖാബ് വരെ ധരിച്ച ഉമ്മയായിരിക്കും. കൂടെയുള്ള മകൾ ലൂസ് പാൻറ്റും ഷർട്ടും ധരിച്ച് തലയിൽ തട്ടം പോലുമില്ലാതെ അങ്ങാടിയിലൂടെ നടക്കുന്ന വേദനാജനകമായ കാഴ്ചകൾ എത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തേ ഉമ്മ പർദ്ദ ധരിക്കുമ്പോൾ മകളോട്, മോളെ ഇത് ധരിച്ചിട്ടല്ലാതെ നീ പുറത്തേക്ക് ഇറങ്ങരുത്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നാവ് പൊങ്ങിയില്ല? എന്തേ വാപ്പ പറഞ്ഞില്ല? ഈ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിന് പണം കൊടുത്ത വാപ്പാക്ക് എന്തുകൊണ്ട് പറയാൻ സാധിച്ചില്ല? പ്രിയമുള്ളവരെ, അള്ളാഹു ചോദിക്കും. കേട്ടിട്ടില്ലേ അമ്പിയാക്കളുടെ ചരിത്രം? അവർ മരിക്കുന്ന സമയത്ത് കൊടുത്ത വസിയത്ത്
മക്കളെ മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ്. ഇസ്ലാമിൻ്റെ പേര് ആധാറിലും ഐഡന്റിറ്റി കാർഡിലും ഉണ്ടായിട്ടല്ലാതെ മരിക്കരുത് എന്നല്ല പറഞ്ഞത്. ഇസ്ലാമിൻ്റെ നിലവാരം ഉണ്ടായിരിക്കണം. മരിക്കുമ്പോൾ മുസ്ലിമിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ ദീനിലായിരിക്കണം. അങ്ങനെയല്ലാതെ മരിച്ചു പോകരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ മക്കളെ നല്ല മക്കളായി അവർക്ക് ലഭിച്ചതും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത മക്കൾ എല്ലാം നബിമാരായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്നത്. പ്രിയമുള്ളവരെ, ദുനിയാവ് നഷ്ടപ്പെട്ടാലും പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ദുനിയാവ് അതുകൊണ്ട് കാര്യമില്ല. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സന്താന പരിപാലനം സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ കളിയുടെ ഫുട്ബോളിന്റെ ആരവങ്ങളാണ്. നാട് മുഴുവനും വലിയ വലിയ ഫ്ലക്സുകളും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളും നാട്ടിൽ മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. പാതിരാത്രി ഈ ഫുട്ബോൾ കളിയും കണ്ട് സുബഹിക്ക് കടന്നുറങ്ങുന്ന മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞു കൊടുക്കണം, മക്കളെ പിടിക്കണം, അവരെ കൈകൊണ്ട് തടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അർദ്ധരാത്രി വരെ പാതിരാത്രി വരെ നടു റോഡിലും അതുപോലെ അങ്ങാടികളിലും ക്ലബ്ബുകളിലും കഴിച്ചുകൂട്ടി മക്കൾ ഏതെങ്കിലും സമയത്ത് വീടിൻ്റെ വാതിൽ മുട്ടുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് എന്നിട്ട് സുഖമായി കിടന്നുറങ്ങാൻ പറയുന്ന രക്ഷിതാക്കൾ ഓർക്കേണ്ടത്, സുബഹിന് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ ഈ മക്കൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക നിങ്ങൾ കൂടിയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അർദ്ധരാത്രി പാതിരാത്രി ഇങ്ങനെയുള്ള നടു റോഡുകളിൽ മക്കൾ അഴിഞ്ഞാടുമ്പോൾ എത്രയെത്ര മക്കളാണ് ലഹരിക്ക് അടിമപ്പെട്ടു പോയത്. ഇന്നലകളിൽ നമ്മുടെ നാട്ടിലെ നിയമപാലകർ പിടിച്ച എത്ര ആളുകളാണ്, ഏതൊക്കെ തസ്തികകളിൽ മേഖലകളിൽ ഇരിക്കുന്നവരാണ്. ലഹരിയുടെ വൻ ശേഖരങ്ങളാണ് നമ്മുടെ നാടുകളിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ഇതുപയോഗിക്കാൻ അവർ ലക്ഷ്യം വെച്ചത്, ഉന്നം വെച്ചത് നമ്മുടെ ചെറിയ മക്കളെയാണ്. ഈ ഇരിക്കുന്ന യുവതി യുവാക്കളെയാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഉന്നം വെച്ചിട്ടുള്ളത്. അതിന് തക്കം പാർത്ത് നിൽക്കുന്ന സന്ദർഭമാണ് ഇതുപോലെയുള്ള രാത്രിയുടെ അർദ്ധരാത്രിയുടെ സന്ദർഭങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമുള്ളവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സന്താന പരിപാലനം, നമ്മുടെ മക്കളുടെ തർബിയത്ത്, അത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. തൗഹീദും സുന്നത്തും ദീനിനോടുള്ള ഇഷ്ടവും നിസ്കാരവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കൈപിടിച്ച് മക്കളെ മസ്ജിദുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നിസ്കാരത്തിന് നമ്മുടെ സൊഫിൽ നമ്മുടെ കൂടെ തോളോട് തോള് ചേർന്ന് നമ്മുടെ മക്കൾ നിസ്കരിക്കട്ടെ. അതുപോലെ ഉമ്മമാർ വീടുകളിൽ നിന്ന് കൃത്യസമയത്ത് നിസ്കരിക്കുമ്പോൾ മക്കളെ, പെൺമക്കളെ നിസ്കരിപ്പിക്കട്ടെ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ നല്ല രൂപത്തിൽ അവരെ തർബിയത്ത് ചെയ്യാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ കൂട്ടുകെട്ടും സഹവാസവും ഒക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് മക്കൾ നശിച്ചുപോയത് കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടാകും, പക്ഷെ പുറത്തേക്കിറങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കാത്തത് കാരണത്താൽ ഒരുപക്ഷെ മക്കൾ പിഴച്ചു പോകാനും നശിച്ചു പോകാനും ദീനിൽ നിന്ന് തെറിച്ചു പോകാനും വരെ അത് കാരണമായിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇതാ ഈ സമയത്ത് എത്ര മക്കളാണ് പല
കളിക്കാരുടെയും രൂപത്തിലാണ് അവരുടെ നടത്തം. വേഷവും മുടിയും അവരുടെ കോലവും ഭാവവും സംസാരവും ഒക്കെ മാറിയിരിക്കുന്നു. ഏത് സമൂഹമാണിത്? കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല ഉത്തമമായ സമുദായമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞ, പ്രശംസിച്ചു പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് ഈ പറഞ്ഞ കോലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സഹോദരങ്ങളെ, ഇതിൻ്റെ പേരിൽ തല്ലും അടിയും അസഭ്യവും അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കാണാനിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ അത്തരമൊരു പ്രശ്നങ്ങൾ, ഒരു കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല രൂപത്തിൽ അവർ ഉപദേശിക്കുക, മോനെ എന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരെ നല്ല രൂപത്തിൽ വളർത്താൻ, തർബിയത്ത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് നന്നായി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ മക്കളുടെ കാര്യം ദുആ ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന വലിയ കാര്യമാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇത് വലിയ പ്രയോജനപ്രദമായ പ്രാർത്ഥനയാണ്. അത് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മക്കൾ നന്നാവാനും അവരെ ദീനിൽ ഉറച്ചു നിർത്താനും അവർ അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്, റബ്ബി ജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, കൃത്യമായി മുറ പോലെ നിസ്കാരം നിർവഹിക്കുന്നവരിൽ എന്നെയും എൻ്റെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ. ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ. ഇങ്ങനെ എത്ര ദുആ സഹോദരങ്ങളെ നമുക്ക് കാണാം. കൺകുളിർമ എന്നാൽ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിനും ദുനിയാവിനും ഉപകാരപ്രദമായ നല്ല മക്കളായി നമ്മുടെ മുന്നിലൂടെ അവർ വളർന്ന് വലുതാകുന്നത്, ആ രൂപത്തിൽ അവർ ജീവിക്കുന്നത് കാണലാണ് ഒരു രക്ഷിതാവിൻ്റെ കൺകുളിർമ. ഭൗതികമായി അവരെത്ര ഉയരത്തിലാണെങ്കിലും ദീനിൽ അവർക്ക് നിലവാരമില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, രക്ഷിതാക്കളായ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് മുറിയാതെ വന്നെത്തുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന്, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി അഥവാ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം. വെറും കേവലം സന്താനം എന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔ വലദിൻ സാലിഹിൻ, നല്ല സന്താനം, സാലിഹായ മക്കൾ, യദ്ഉ ലഹു, മയ്യിത്തിന് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം. കാരണം സഹോദരങ്ങളെ, സാലിഹായ സന്താനങ്ങൾക്ക് മാത്രമേ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഖബറിലായിരിക്കുമ്പോൾ, വാപ്പ ഉമ്മ ഖബറിലായിരിക്കുമ്പോൾ ആ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഓർമ്മ വരാൻ അത് ഈ സാലിഹായ സന്താനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരൊന്നും അറിയില്ല, അവൻ തന്നെ നിസ്കരിക്കലില്ല, പിന്നെ എങ്ങനെ അവൻ ദുആ ചെയ്യും? അവൻ തന്നെ ദീൻ പാലിക്കാത്തവനാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഖബറിൽ അവൻ്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും? ഇന്നലകളിൽ കളിക്കാനും വിനോദത്തിലും അതുപോലെയുള്ള തോന്നിവാസങ്ങളിലും അവർ വ്യാപൃതരായപ്പോൾ തിരുത്താത്ത, കൈപിടിക്കാത്ത രക്ഷിതാക്കൾ, അവർക്കെങ്ങനെയാണ് നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഈ മക്കളുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കാൻ സാധിക്കുക? പണം കൊടുത്ത് ആളാക്കിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ജീവിതകാലത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ സാലിഹീങ്ങളായി വളർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങളിൽ, ഇണകളിൽ നമുക്ക് ഓരോരുത്തർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. സാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات.
اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.